കുറിയുമായി ബന്ധപ്പെട്ട സക്കാത്ത് നമ്മളിപ്പോൾ പല ആൾക്കാരും കുറി നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമൊക്കെ കുറി നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കുറി അടിച്ചിട്ടില്ല. ഏകദേശം 2 വർഷത്തോളം നമ്മളതിൽ 2-3 വർഷം നമ്മൾ നിക്ഷേപിച്ചു. നമുക്ക് നറുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കുറിയുമായി ബന്ധപ്പെട്ട സക്കാത്ത് എങ്ങനെയാണെന്ന്? കുറി നമ്മൾ ആ പൈസ കുറിയിലേക്ക് നമ്മൾ അടച്ച് കണക്ക് കൂട്ടുമ്പോൾ നമ്മളെ കയ്യിൽ ആ പൈസ ഉണ്ടോ? പൈസ ഇല്ല. ഇനി കുറി കിട്ടിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കയ്യിൽ അവർ കണക്ക് കൂട്ടുമ്പോൾ ആ പൈസ ഉണ്ടോ കയ്യിൽ? ഉണ്ടെങ്കിൽ അവർ കൊടുക്കും. ഇനി അതല്ല, ആ പൈസ അവർ ചിലവാക്കിയെന്ന് വിചാരിച്ചോ. അവരിപ്പം ഉദാഹരണത്തിന് ഒരു 20 ലക്ഷം ഉറുപ്പ്യൻ്റെ കുറിയെന്ന് വിചാരിക്കുക, ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് ബാക്കിയുള്ളവരൊക്കെ അതിലേക്ക് ഇത്ര പൈസ, ചിലപ്പോൾ 50,000 രൂപ വെച്ചിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, അതിലേക്ക് മാസം മാസം അടക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അടക്കുന്ന 20 ലക്ഷം ഉറുപ്പ്യൻ്റെ കുറിയാണ്. നിങ്ങൾ അടച്ച തുക ഇതൊരു നറുക്കൊരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അയാളെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ട്. അയാളെ സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ അയാൾ അതിൻ്റെ സക്കാത്ത് എന്ത് ചെയ്യും? കൊടുക്കും. കാരണം ക്രയവിക്രയത്തിന് നിങ്ങൾക്ക് അവിടെ എപ്പോഴാണോ പൈസ കിട്ടുന്നത് അപ്പോഴേ നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ ഒരു നറുക്കേ മൂപ്പര് അടച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ കയ്യിൽ എത്ര ഉണ്ട്? 20 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 20 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ സക്കാത്ത് എന്ത് ചെയ്യണം? ഞാൻ ഒരു കൊല്ലം അങ്ങനെ വെച്ചിരുന്ന്, 2 കൊല്ലത്തെ കുറിയാണ്, ഞാൻ ഒരു കൊല്ലം അങ്ങനെ വെച്ചിരുന്ന് എന്ത് ചെയ്യേണ്ടി വരും? 2.5% സക്കാത്ത് അയാൾ കൊടുക്കണം. ഇനി ഒരാൾക്ക് ആ 20 ലക്ഷം ഉറുപ്പ്യ കിട്ടിയപ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്ത്? അയാൾ പോയിട്ട് അയാൾക്കൊരു ചെറിയ വീട് വാങ്ങി. കുറച്ച് പൈസ അയാളെ കയ്യിലുണ്ടായിരുന്നു, കുറച്ച് ഈ പൈസ കുറിയും കിട്ടി. അയാൾ പോയിട്ടൊരു വീട് വാങ്ങി. അപ്പോൾ അയാളെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടോ? മൂപ്പര് സക്കാത്ത് കണക്കൂട്ടുന്ന സമയം വന്ന് കുറി കിട്ടീണ്, പക്ഷേ ഈ പൈസ കയ്യിലുണ്ടോ? ഇല്ല. പൈസ എന്തായിട്ട് മാറി? വീടായിട്ട് മാറി. വീടിന് സക്കാത്തുണ്ടോ? താമസിക്കുന്ന വീടിന്, ഉപയോഗിക്കുന്ന വീടിന് സക്കാത്തുണ്ടോ? ഇല്ല. അപ്പോൾ അയാൾക്ക് കണക്കൂട്ടുമ്പോൾ 20 ലക്ഷം ഉറുപ്പ്യൻ്റെ കുറി കിട്ടീണ്, പക്ഷേ സക്കാത്തിൽ അത് വീട് വിറ്റ് പൈസ കിട്ടിയ ഒരാളില്ലേ, അവൻ കണക്കൂട്ടുമ്പോൾ അവിടെ ഉണ്ടാവും, ആ 20 ലക്ഷം അവിടെ ഉണ്ടാവും. ആരെ കൈക്കാണോ പൈസ പോയത് അവിടെ സക്കാത്ത് വരും. നിങ്ങൾ ബേജാറാവണ്ട, സക്കാത്ത് വന്നോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സക്കാത്ത് ബാധകമാവുന്ന അവസ്ഥയിൽ ഒരാളെ കയ്യിൽ പണം ഉണ്ടോ, സക്കാത്ത് ബാധകമാവും. ആ അവസ്ഥയിൽ പണമില്ലെങ്കിൽ സക്കാത്ത് ബാധകമാവില്ല. എൻ്റെ കയ്യിൽ കറൻസി ആയിട്ടോ ഗോൾഡ് ആയിട്ടോ സിൽവർ ആയിട്ടോ എൻ്റെ കയ്യിൽ പണം ഉണ്ട്, കണക്കൂട്ടുന്ന സമയത്തുള്ളത് അതിൻ്റെ 2.5 കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഈ മാസം സക്കാത്ത് കണക്കൂട്ടാണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ കുറി ഈ മാസം വേണ്ട, അടുത്ത മാസം മതിയെന്ന് സക്കാത്ത് കൊടുക്കുന്ന ആൾ പറയൂല. സക്കാത്ത് കൊടുക്കുന്ന ആൾ പറയൂല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട.